യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണ് ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ നോർമലി ഇവിടെ ഡേറ്റ എഴുതുകയാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് എഴുതി. ഇപ്പം ഈ ഒരു ഡേറ്റ ഈ ഒരു സെല്ലിൽ നിന്ന് ഓവർലാപ്പ് ആയിട്ട് അടുത്ത സെല്ലിലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ നോർമലി ഇവിടെ ജസ്റ്റ് മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോ ഫിറ്റ് ആക്കിയാണ് ചെയ്യാറുള്ളത്. ഞാനിവിടെ കരിയർ ഗീക്ക് എന്ന് എഴുതിയാണ്. അതും കടന്നു പോയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇവിടെ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓട്ടോ ഫിറ്റ് ആവുകയാണ്. എന്നാൽ നമുക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു വർക്ക് ബുക്കിൽ നിന്ന് എടുക്കുകയാണ്. ഈ വർക്ക് ഷീറ്റിൽ ബ്ലാങ്ക് ആണ്. ഇപ്പം ഈ ഒരു വർക്ക് ഷീറ്റ് ബ്ലാങ്ക് ആയി നിൽക്കുമ്പോൾ നമ്മളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഷീറ്റ് 1 ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. വ്യൂ കോഡ് ഉണ്ട്. ഈ ഒരു ജനറൽ മാറ്റി വർക്ക് ഷീറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം സെൽസ് ഡോട്ട് എൻ്റയർ കോളം ഡോട്ട് ഓട്ടോ ഫിറ്റ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ. ഇനി സെക്കൻഡ് സെക്ഷനിൽ വന്നിട്ട് ആക്ടിവേറ്റ് ഉണ്ട് പക്കത്തിൽ, ആക്ടിവേറ്റ് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് എഴുതുകയാണ്. ആ ഒരു സെല്ല് ഓട്ടോ ഫിറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. കരിയർ ഗീക്ക് ജർമ്മൻ കൊടുത്തു. ആ ഒരു സെല്ലും ഓട്ടോ ഫിറ്റ് ആവുകയാണ് ചെയ്തത്. നമ്മൾ ഈ കോഡ് സെലക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു മാക്രോ റൺ ചെയ്യുകയാണ് ചെയ്തത്. ഈ ഒരു ഫീച്ചർ നമുക്ക് ഉപയോഗപ്പെടുത്താം.